52 പള്ളിയോടത്തിൽ മികച്ച പള്ളിയോടമാക്കി തീർത്തു തന്ന അയിരൂർ കഥകളി ഗ്രാമ സന്തോഷ് കുമാർ അവരുകളെ കൂടാതെ വന്നിട്ടുള്ള എല്ലാ തച്ചന്മാരെയും ഒറ്റ വാക്കിൽ സ്വാഗതം.
ഹരി ഓം ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി. ഞാൻ കടപ്പുറ രാധാകൃഷ്ണൻ, കടപ്പുറ പള്ളിയോടത്തിൻ്റെ പ്രതിനിധിയും ഇപ്പോൾ പുതിയ പള്ളിയോടം പണിതപ്പോൾ അതിൻ്റെ ജനറൽ കൺവീനറായിരുന്നു. 2 വർഷക്കാലമായി ഞങ്ങളിപ്പോൾ ആറന്മുളയിൽ വന്നിട്ട്. കാരണം ഒരു 2014 പുതിയതായിട്ട് പണിതിറക്കിയ ശേഷം 18 ഒരു 20 ലക്ഷം രൂപയോളം ഞങ്ങൾ മുടക്കിയാണ് പണിത്. പക്ഷേ ആ 18 പ്രളയം ഞങ്ങളെ മൊത്തത്തിൽ പ്രയാസം ഉണ്ടാക്കി. എന്ന് വെച്ചാൽ വെള്ളം മുഴുവൻ നശിച്ചു പോയി. ഒരു കണപ്പിൻ്റെ അച്ഛനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു കാരണവശാലും അത് മാറ്റാൻ പറ്റത്തില്ല. പുതിയ പള്ളിയോടം വെക്കുക. ഭഗവാന്റെ പള്ളിയോടമായിട്ട് ചെല്ലണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സ്വപ്നം കാണാൻ പറ്റില്ല. ഒരു പുതിയ പള്ളിയോടം വെക്കാൻ സ്വപ്നം കാണാൻ പറ്റില്ല കടപ്പുറക്കരയ്ക്ക്. കാരണം 52 കരയുണ്ടെങ്കിൽ ഏറ്റവും പുറകിൽ ഏറ്റവും സാമ്പത്തികമായി പുറകിൽ നിൽക്കുന്ന പള്ളിയോടമാണ്. 35 വീട്ടുകാർ, എല്ലാ ലേബേഴ്സ്, ഗവൺമെൻറ് എംപ്ലോയി, ഗൾഫ് നാട്ടിലും ആരുമില്ലാത്ത ഒരു കര എങ്ങനെ നടത്തും എന്നാലോചിച്ചപ്പോൾ പറഞ്ഞു ഒന്നിൽ വള്ളം പുതിയ വെക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞു. അപ്പം ഭഗവാൻ ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം 6 മുള കെട്ടിയ ചെങ്ങാടത്തിൽ ഭഗവാനെ തിരുവാറന്മുളയിലെത്തിച്ച ശൈവ വംശജരായ ചാക്കമാരുടെ പള്ളിയോടമാണ് കടപ്പുറ. അപ്പം ഭഗവാൻ അന്നൊരു കാര്യം പറഞ്ഞു, അത്ഭുതപ്പെടുത്തുന്ന ഒരു പയ്യനാണെന്ന് 6 മുള കെട്ടിയ ചെങ്ങാടത്തിൽ കയറിയത്. അന്നേ ഞങ്ങൾക്ക് മനസ്സിലായി, അതായത് പൂർവ്വർക്ക് മനസ്സിലായി ഇത് അമാനുഷികനാണെന്ന്. അവസാനം എടിയാറുമുള ചെന്നിറങ്ങുമ്പോൾ, വിളക്കുമാടത്തിൻ്റെ ഇറങ്ങുമ്പോൾ ഒറ്റ കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ. ഞങ്ങളുടെ ആ വള്ളം ഊന്നിയ അല്ലെങ്കിൽ ചെങ്ങാട ഊന്നിയവർ ചോദിച്ചുള്ളൂ, നിങ്ങൾക്ക് എന്ത് വേണം എന്ന് ഭഗവാൻ ചോദിച്ചപ്പോൾ ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ആരാണ് അങ്ങ് ഒന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. ആ ഭഗവാന്റെ വിശ്വരൂപം, തിരുവാർമുളയപ്പൻ്റെ വിശ്വരൂപം അന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പുള്ളി പറഞ്ഞു, നിങ്ങളെക്കുറിച്ചെന്നിൽ കനിവുണ്ടെനിക്കേറ്റം, നിങ്ങളെ പീഡ ചെയ്യില്ല മന്നിൽ നിന്നാരും, ആയതു മതിയെന്നു ചാക്കമാര് ഉര ചെയ്തു, ആയുധാഭക്തി അക്കൂപ്പി തൊഴുതു യാത്ര. ഭഗവാനെ കൊണ്ടിട്ട് പടിഞ്ഞാറ് പോയെന്ന് പറഞ്ഞത് ഞാൻ അതിൻ്റെ ഒരു രക്തചുരുക്കം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അവിടുന്ന് വള്ളത്തിൻ്റെ പണിക്ക് വന്നു. ഏതായാലും പുതിയ പള്ളിയോടം വെക്കണം എന്നൊരാഗ്രഹം വന്നു. അത് ഞാൻ മുമ്പ് പറഞ്ഞത്, നിങ്ങളെക്കുറിച്ചെന്നിൽ കനിവുണ്ടെനിക്കേറ്റം, എങ്ങനെ ഞങ്ങൾ പള്ളിയോടം വെക്കും? സാമ്പത്തികമില്ല. അവിടെ ആ വലിയ തമ്പുരാൻ, തിരുവാറന്മുള തമ്പുരാൻ നമുക്കൊരു യോഗം തന്നു, നിയോഗം. നിങ്ങളിറങ്ങുക, ഞാൻ കൂടുണ്ട്. എങ്കിലും 7 മാസം കൊണ്ട് തീരേണ്ടത് 2 വർഷം എടുത്തു. എങ്കിലും ആ ഭഗവാന്റെ തൃപ്പാദങ്ങളെ നമിച്ചുകൊണ്ട് പറയട്ടെ, അവിടുത്തെ വലിയ കടാക്ഷമായിരുന്നു. ഇന്നലെ 11:56 12:44 മധ്യയുള്ള മുഹൂർത്തത്തിൽ ഗോവ ഗവർണർ നമ്മുടെ PS ശ്രീധരൻപിള്ള സാർ അവർ അത് നീറ്റിലിറക്കി. വളരെ ഭംഗിയായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറമായിട്ടാണ് ആ ഗംഭീരമായ ചടങ്ങ് നടന്നത്. കൂടാതെ 1 രൂപ പോലും ഇല്ലെന്ന് വെച്ചപ്പോൾ ആ വള്ളത്തിൻ്റെ പൂർത്തി 2 വർഷം എടുത്ത് ഞാൻ പറഞ്ഞു, 1 രൂപ പോലും ഇല്ലെന്ന ആ വള്ളത്തെ പൂർത്തീകരിക്കുവാൻ ഭഗവാൻ, നാട്ടുകാർ, പള്ളിയോടക്കരക്കാർ, നാനാജാതി മതസ്ഥരായ സർവ്വജനങ്ങളും ഈ പള്ളിയോടത്തെ സഹായിച്ചു. ആ കടപ്പുറ ഗ്രാമ പൈതൃകമായ കടപ്പുറ പഞ്ചായത്തിലെ പള്ളിയോടത്തെ സഹായിച്ചു. അത് സകല ജനങ്ങൾക്കുള്ള ഒരു നന്ദിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ പള്ളിയോടത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിലും ഈ പള്ളിയോടത്തിൻ്റെ പണിയിൽ നിൽക്കുന്ന ജനറൽ കൺവീനർ എന്ന നിലയിലും സന്തോഷപുരസ്സരം എനിക്ക് ജനങ്ങളിലേക്ക് അറിയിക്കാൻ ഇതാണ് ഒരു വാക്യം, ഒറ്റ വാക്യം. സർവ്വ ജനങ്ങളും, നാനാജാതി മതസ്ഥരായ സർവ്വരും ഒരുപാട് ഗൾഫ് നാട്, ലണ്ടന്, ഇറ്റലി, അമേരിക്ക എന്നൊക്കെ ഒരുപാട് സഹായങ്ങൾ കൊണ്ടാണ് ഞങ്ങളത് പൂർത്തീകരിച്ചത്. ആ ജനങ്ങൾക്കും സർവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഈ അവസരത്തിൽ. പിന്നെ ഈ വർഷത്തെ വള്ളംകളിയിലെ അവസാനത്തെ ലാസ്റ്റ് ഗീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 52ാമത്തെ നമ്പറിൽ ജയിക്കണം, മന്നൻ ട്രോഫി എടുക്കണം. കാരണമുണ്ട്. മന്നൻ ട്രോഫി എന്ന് പറയുമ്പോൾ നെഞ്ചകത്തൊരു ചെറിയ പിടപെടുപ്പുണ്ടാവും. കാരണം മന്നൻ ട്രോഫി സ്ഥാപിച്ച വർഷം 74. ആ വർഷം തന്നെ അതേ മുത്തവിട്ടവനാണ് കടപ്പുറ പള്ളിയോടം. തുടർന്ന് വന്ന ആ 3-4-5 വർഷം ആ ട്രോഫി നെഞ്ചിലേറ്റാൻ ഏറ്റവും സഹായിച്ച ഭഗവാന്റെ ആ പള്ളിയോടമാണ് കടപ്പുറ പള്ളിയോടം. പിന്നെ വീണ്ടും ഒന്ന് എനിക്ക് പറയാനുള്ളത്, ഈ വർഷത്തെ
വള്ളംകളിക്കായിട്ട് ഞങ്ങൾ വള്ളം ഇറക്കിയെങ്കിലും നാളെ ഒരു 10 മണിക്ക് നമ്മുടെ കടപ്പുറ പള്ളിയോടക്കരയിൽ നിന്ന് പുറപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. 2-3 ചടങ്ങുണ്ട്. ഒന്ന്, ഉത്രട്ടാതി വള്ളംകളി, മറ്റ് ആചാരാനുഷ്ഠാനങ്ങൾ ആറന്മുളയിലെ കഴിയണം. കൂടാതെ പടിഞ്ഞാറ് മേഖലയുള്ള പള്ളിയോടങ്ങളുടെ സ്വീകരണങ്ങളുണ്ട്, അത് ഏറ്റുവാങ്ങി നാളെ വൈകുന്നേരം കോലാമുക്കത്ത് അടുപ്പിക്കുന്നു. മറ്റേനാൾ 11-ാം തീയതി രാവിലെ അവിടെ തിരിച്ച് തിരുവാറുമുള ദർശനം. കൂടാതെ ഞങ്ങളുടെ തച്ചൻ ശ്രീ സന്തോഷ്, കഥകളി ഗ്രാമം സന്തോഷ് തൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. നമുക്ക് ഒരു വഴിപാടുണ്ട്, പുതിയ കാവിൽ അമ്മയെ സന്ദർശിക്കണം. അതുകൊണ്ട് നാളെ രാവിലെ വന്നു 11-ാം തീയതി ആറന്മുള വന്ന ശേഷം നേരെ പുതിയ കാവിൽ ദർശനം, ശേഷം കാട്ടൂരിലേക്ക് നമ്മുടെ പള്ളിയോടം പോരുകയാണ്. തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കുവാൻ ഇവിടുന്ന് പോയി നമ്മുടെ ആറന്മുള വരെ എത്തുന്നു. അതിനുശേഷം വള്ളംകളി, മറ്റുള്ള ആറന്മുളയുടെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും കഴിഞ്ഞ്, ഉത്രട്ടാതി വള്ളംകളി കഴിഞ്ഞ്, ഇതുവരെ സദ്യകൾ വന്നിട്ടില്ല, അതുണ്ടെങ്കിൽ അതും കഴിഞ്ഞ് തിരിച്ച് ഭഗവാനെ വണങ്ങി ഞങ്ങളുടെ കടപ്പുറക്കരയിലേക്ക് പോകുവാനാണ് ഇതുവരെയുള്ള തീരുമാനം. ഇതെല്ലാം സർവശക്തനായ ഞങ്ങൾ വിളിക്കുന്ന, നമ്മളെല്ലാവരും വിളിക്കുന്ന ആ തിരുവാറുമുളേശ്വരൻ നടത്തി തരുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.